ഒരുപാട് മലയാള ചിത്രങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? ക്യാരക്ടർ റോളിലായാലും അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ തുടർച്ചയായിട്ട് ഒരു ലീഡ് റോളിലും അങ്ങനെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ തേടി വരുന്നില്ല എന്ന് വരുന്നുണ്ടോ? എനിക്കിപ്പോ ഒരു ടോട്ടൽ 6 മൂവീസ് റിലീസ് ആവാറുണ്ട് ഈ സിനിമ ഉൾപ്പെടെ. അപ്പൊ അത് ഈ സിനിമയിൽ കൂടാതെ ബാക്കി 3 സിനിമകളിലും 2 ഞാൻ ഹീറോ ആണ്. ഒരെണ്ണം നമ്മുടെ RSML ഡയറക്ടർ സിനിമ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. വേറെ 2 മൂവീസ് ഹീറോ ആയിട്ട് റിലീസ് ആവാറുണ്ട്. പിന്നെ തമിഴിൽ 2 മൂവീസ് ഹീറോ ആയിട്ട് റിലീസ് ആവാറുണ്ട്. അപ്പൊ ഇനി വരുന്നതൊക്കെ ലീഡ് ക്യാരക്ടേഴ്സ് റിലീസ് ആവുന്നുണ്ട്. അപ്കമിങ് ഒരു 3 മൂവീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. കാരണം ഒരു ചെറിയൊരു റോള് ചെയ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലീഡ് റോള് കിട്ടാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി എനിക്ക് നൈറ്റ് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മൂവീസിൽ നൈറ്റ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലീഡ് മൂവീസ് വരാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് നല്ല സ്റ്റോറീസ് ചെയ്യാനുള്ള ഭാഗമായിട്ട് ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യാണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ വരുന്ന മൂവീസിന് അത്യാവശ്യം നല്ല ബാലൻസ് ആണ് നല്ല ടീമോട് ചെയ്തിട്ടുള്ളത്. റിലീസ് ആവാനുണ്ട്. മൂവി മുന്നേ ചെയ്തിട്ടുണ്ട്. ചെറിയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ. ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മൂവിയാണ്. നല്ല നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ് ലീഡ് റോൾ ചെയ്തത്. അപ്പം എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്താ പറയുക, ആദ്യം ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ സാറുണ്ട്, പിന്നെ ക്യാമറമാൻ, പിന്നെ അസോസിയേറ്റ് വിഷ്ണു ഉണ്ട്. സോ വിഷ്ണുവിൻ്റെ പേര് ഞാൻ എടുത്തു പറയേണ്ടതാണ്. ആക്ച്വലി പുള്ളിക്കാരൻ വളരെയധികം ഹെൽപ്പ് ചെയ്തു സ്ക്രീനിലേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈസി ആയിരുന്നു എല്ലാം. കാരണം എല്ലാ നമ്മുടെ ക്രൂസും മെമ്പേഴ്സും എല്ലാം വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കോആർട്ടിവേഴ്സ് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ സ്മാർട്ട് ഫോൺ പ്ലേ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, ഇന്ന ചെയ്യാനുള്ള മൂവിയാണ് എന്ന് നമുക്കൊരു ഫീൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊരു ചെറിയൊരു മിത്ത് മാത്രമാണ്. സോ ത്രൂ ദാറ്റ് ഇത് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും എന്തായാലും. സസ്പെൻസ് ത്രില്ലറായ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ആസ് ഒരു പ്രേക്ഷകൻ ഞാനൊരു ഡബിങ് പോയ സമയത്ത് നമുക്ക് വളരെ നൈസ് സ്ക്രീൻ പ്ലേ എല്ലാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നൊരു ചിത്രമാണ്. ഈ ചിത്രം കണ്ടിട്ട് വേണം ഇനി എന്തെങ്കിലും ചാൻസ് കിട്ടാൻ. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. പിന്നെ പഴയ തന്നെ ഹേമന്തിനോട് ഞാൻ ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാകുമ്പോൾ എനിക്ക് കുറച്ച് ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. സോ പുള്ളിക്കാരത്തിനെയൊക്കെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആകും. സോ അങ്ങനെയൊക്കെ സജഷൻസ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ സ്ക്രീനിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ 2 പാട്ട് ചെയ്തിട്ടുള്ളൂ. 2 പാട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആളാണ്. എനിക്ക് തന്നിട്ടുള്ള 2 പാട്ടും മെലഡി തന്നെയാണ്. ഒന്നൊരു സ്ലോ മെലഡി, ഒന്ന് കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻസ് റൊമാൻറ്റിക് തന്നെയാണ്. സിറ്റുവേഷൻസും അങ്ങനത്തെ തന്നെയാണ്. ഞാൻ ചെയ്ത 2 പാട്ടും മെലഡീസ് തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സിംഗേഴ്സ് അങ്ങനെയുള്ളത് തന്നെയാണ്.